അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ കുറച്ച് അൺബോക്സിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് മുറ്റടിച്ച് വരിയിട്ട് തുടങ്ങാം. കുറച്ചൊക്കെ തീയിട്ട് കുഞ്ഞുട്ടി കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവനായിട്ടൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബാക്കിയും കൂടി ഇന്ന് ഞാൻ അടിച്ചു വാരി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ നമുക്ക് കത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം ഞാൻ ഈ സമയത്ത് കത്തിക്കൊന്നുമില്ല കേട്ടോ. കുഞ്ഞുട്ടി വന്നിട്ട് ഞാൻ കത്തിക്കുള്ളൂ. കാരണം എനിക്ക് നല്ല പേടിയാണ്. ചിലപ്പോൾ കത്തിക്കണ സമയത്ത് ഒന്നായിട്ട് തീ പാളിയിട്ട് നിയന്ത്രിച്ചാൽ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ ഒരു ബേജാറാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പണിക്കൊക്കെ കിട്ടിയവനെ കാത്ത് നിൽക്കലാണ് കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കത്തിക്കാമല്ലോ. അങ്ങനെ അങ്ങനെ മുന്നത്തെ മുറ്റൊക്കെ അടിച്ചു വാരി എന്താ ഞാൻ പുറത്ത് ബാക്കിലെ ഭാഗത്ത് എത്തിക്കണം കേട്ടോ. ഇവിടെ 2 വാഴ വെട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഒന്ന് കൊലച്ചതും ഒന്ന് കൊലക്കാത്തതും. അതിന് എന്താ പറയാ 1000 തൂമ്പായി കണ്ട് അങ്ങനെ ഇങ്ങനെ കേടന്നു പോയതാണ് ഒരു വാഴ കേട്ടോ. അങ്ങനെ ആ 2 വാഴകളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് വെട്ടി വൃത്തിയാക്കണം. ദൈ നിൽക്കുന്ന ചെങ്ങായില്ലേ, ഈ ചെങ്ങായിനെ പ്രസവിച്ച് കിടന്ന സമയത്ത് ഇന്നിവിടെ ഒരു 3 മാസം നിന്ന സമയത്ത് ഇന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ വാഴകളൊക്കെ. അന്നൊരു കന്ന് കുടിയിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിടാനെന്ന് പറഞ്ഞാൽ കുഞ്ഞുട്ടിക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ എന്തൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ഓരോ കൊലവട്ടൊക്കെ നടക്കലുണ്ട്. ആ കാര്യം അമ്മനോട് പറയുമ്പോൾ അമ്മ പറയേ അന്നൊരു വായക്കന്നൊക്കെ കുഴിച്ചിടാൻ പറഞ്ഞപ്പോൾ എന്തായാലും ഇപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊലവട്ട് നടക്കുമ്പോൾ നല്ല കാര്യമില്ലേ എന്ന് ചോദിച്ച്. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഓർഗാനിക് ആയിട്ടുള്ള പഴം കഴിക്കാമല്ലോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴം. എന്തായാലും ഞാനും എൻ്റെ സൈനിക്കൂട്ടനും എൻ്റെ കൂടെ കട്ടൊക്കെ സഹകരിച്ച് കൂടെ നിൽക്കേണ്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 കൂടിയിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇത് ഈ ക്ലീൻ ഉണ്ടല്ലോ, അത് ആ ക്ലീൻ ചെയ്തതിൻ്റെ ആ ഫൈനൽ ലുക്ക് കണ്ട് ഇങ്ങനെ നിർവൃത്തി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ പരിപാടിയാണ് കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും എല്ലാ സ്ഥലവും ഒരുപോലെ ക്ലീൻ ആക്കി ഇരിക്കുക എന്ന് പറയുന്നത് അത് ഇച്ചിരി റിസ്ക് ആയ ടാസ്ക്കാണ്. അതുകൊണ്ട് ആ ടാസ്ക് ഞാൻ എടുക്കാൻ നിൽക്കില്ല. പക്ഷേ പറ്റുന്നിടത്തോളം ഞാൻ എല്ലാപ്പോഴും ക്ലീൻ ആക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം സമയം നമുക്ക് മുറ്റത്തിൻ്റെ പിന്നാലെ പോയെങ്കിലും മുറ്റമൊക്കെ ഒരു വിധത്തിൽ വൃത്തിയാക്കിട്ടോ. 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. എല്ലാ വീഡിയോയിലും ഓരോ പാട്ട് പാടിക്കൂടി എന്നുള്ളത്. അപ്പം ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആ പാട്ട് പാടിയത് കേട്ടോ. ഡിമാൻഡായിട്ടൊന്നും അല്ലടോ. എനിക്കിപ്പോൾ എല്ലാ വീഡിയോയിലൊന്നും പാട്ട് പാടാൻ അങ്ങനെ തോന്നലില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ലല്ലോ. പിന്നെ നമ്മൾ ചിത്ര ചേച്ചിയോ അല്ലെങ്കിൽ സുജാത ചേച്ചിയൊക്കെ ഓല കൂടെയൊക്കെ പാടുകയാണെങ്കിൽ ഞാൻ നേരത്തെ കണ്ടില്ലേ അതേപോലെ എനിക്കൊക്കെ തോന്നും ഓലിങ്കാട്ടിലും കൂടുതൽ പാട്ടാണ് ഞാനാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് പാട്ടാടി റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴൊന്നും വിചാരിച്ച ആ ഒരു രീതിയിൽ വരലില്ല. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും മറ്റേ ജാൻമണീൻ്റെ സ്വപ്നം കാണാ ആ ഒരു രീതിയിലൊക്കെ ആവും എൻ്റെ പാട്ട്. മിക്കവാറും എയറിലാകാനുള്ള സാധ്യതയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് പാട്ട് നിൽക്കാത്തത്. എനിക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എപ്പോഴും ഉൾപ്പെടുത്തി ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കൊള്ളുന്നില്ല, വെറുപ്പിക്കലാവേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് എപ്പോഴും പാട്ടൊന്നും പാടാത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയും ചിക്കൻ മസാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലൊക്കെ ഒന്ന് ഫില്ലാക്കി നിറച്ച് വെക്കണം കേട്ടോ. സാമ്പാർ പൊടിയും ചിക്കൻ മസാലയും ഞാൻ 2 കുപ്പിയിലാക്കിയിട്ടുണ്ടല്ലേ. കാരണം ഓല ഏകദേശം കാണാൻ ലുക്കൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് 2 കുപ്പിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. പിന്നെ 2 ഒരേപോലത്തെ കുപ്പിയിലാണെങ്കിൽ നമുക്ക് എടുത്ത് നോക്കി മണത്ത് നോക്കിയൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ഇതേക്കാലം. അപ്പോൾ പിന്നെ ഞാൻ 2ഉം 2 വിധത്തിലുള്ള കുപ്പിയിലാണ് ആക്കി വെക്കുന്നത് കേട്ടോ. മാൻ്റെ പാവക്കുട്ടീനെ മിങ്കിരി കാട്ടണ്ട. ഇത് നല്ല കുട്ടികളെ നോക്കി പാവക്കുട്ടി കളിയാക്കട്ടെ. കാക്ക ടൗസർ ഇട്ടിട്ടില്ല കുപ്പായം ഇട്ടിട്ടില്ല എന്നുണ്ട്. അതാ ഇന്ന് രാവിലെ ക്ലീനിങ്ങിന് ഒരുപാട് സമയം പോയതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഒത്തിരി ഈസി ആക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന താളിപ്പ്, നമ്മളെ സ്വന്തം താളിപ്പ്. അപ്പം ഇതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പപ്പടം താളിപ്പ്. പപ്പടം പൊരിച്ചെടുക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ താളിപ്പാക്കായിക്ക് പൊട്ടിച്ചിടുക. അത്രയും ഉള്ളൂ പരിപാടി. സംഗതി എളുപ്പം ഉള്ള പരിപാടിയാണ്. ഇച്ചിരി കാന്താരിയൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ആ കാന്താരിയൊക്കെ ഒന്ന് കടിച്ച് നമുക്ക് എരിവും ചൂടില്ല നല്ലൊരു കറിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇന്നലെ വാങ്ങിച്ച മാന്തളേനി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ അങ്ങനെ വെക്കലാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോസിലൊക്കെ പലതും കണ്ടതാണ് അങ്ങനെ ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് എടുക്കുമ്പോഴും ആ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് ഞങ്ങൾക്ക് മസാല പറ്റിയിട്ട് ഞാൻ മസാലയൊക്കെ പറ്റി എടുത്തിക്കണം കേട്ടോ.
അപ്പം ഞാൻ എനിക്കും സെനക്കൂട്ടനും ഉള്ളത് മാത്രം പൊരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ ഫ്രിഡ്ജിക്ക് മാറ്റിക്കും കേട്ടോ. പിന്നെ എനിക്കുള്ള ഒരു പരിപാടിയാണ്, രാവിലെ എനിക്ക് എന്തെങ്കിലും ഒരു പാട്ട് തൊള്ളയിൽ കിട്ടിയാൽ അന്നത്തെ ദിവസം ഫുള്ള് ആ പാട്ടുമ്മലേക്കാരം കേട്ടോ. അങ്ങനെ കാക്കു അതിൻ്റെ അടുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ദാ ഇവിടെ നിന്ന് നല്ല ഉഷാറായിട്ട് പാത്രം കേൾക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല കുട്ടിയല്ലേ? അപ്പം നല്ലൊരു കച്ചേരിക്കുള്ള തിരിയാണ് കേട്ടോ. അപ്പം ഞാൻ ആ കൊളുത്തി വിട്ടത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് നല്ല പാട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സരിക്കുട്ടിനെ ഓന് ഇവിടെ നിന്ന് പാത്രം കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കീന്. ഓനെ കൗണ്ടർ ടോപ്പുമ്പോൾ കയറ്റുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഓന് വീയോ അല്ലെങ്കിൽ എൻ്റെത് എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊട്ടിക്കോ എന്നൊക്കെയുള്ള നല്ല പേടി എനിക്കുണ്ട്. ഓനാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ മാതിരിയൊന്നുമല്ല, ഒറ്റക്ക് സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അയിമക്ക് കയറാനൊക്കെ എല്ലാവിധ അടവുകളും പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രം കഴുകുമ്പോൾ ഒച്ച ഉണ്ടാക്കാതെ പാത്രം കഴുകാൻ അറിയണമല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്രം കഴുകുമ്പോൾ എൻ്റെ മൂഡിനനുസരിച്ച് നിൽക്കും പാത്രത്തിൻ്റെ സൗണ്ട് എന്നുള്ളത്. കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ചത് മറ്റേതല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. ദേഷ്യത്തിലൊക്കെ പോരാണെങ്കിൽ ആ പാത്രത്തിനും സൗണ്ട് അങ്ങോട്ട് കൂടും. അല്ല നല്ല ശാന്തമായി ഉള്ള സമയത്താണെങ്കിൽ നമ്മളെ പാത്രവും അതേപോലെ ശാന്തമ്മയ്ക്കാരം. അപ്പം നമ്മളെ പാത്രം കൈകലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു അല്ലറ ചില്ലറ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള ഡ്യൂട്ടി തീരും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കച്ചേരിയില്ലേ, അതും അറിയിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് മെയിൻ്റെ ആക്കാതെ നിൽക്കും. മെയിൻ്റെ ആക്കുമ്പോഴാണ് അതിന് ചിലപ്പോൾ ആ കച്ചേരിക്ക് ഒരു ഇത്തിരിയും കൂടി മൂളിച്ച് കൂടുള്ളൂ. അപ്പോൾ പിന്നെ മെയിൻ്റെ ആക്കാതെ നിൽക്കുമ്പോൾ കുറേ നേരമൊക്കെ പാടിയിട്ട് ഇതിപ്പോൾ പാടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആളെന്നെ സ്വന്തം നിർത്തി പോരും കേട്ടോ. അങ്ങനെ ആള് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ സെനിക്കുട്ടന് വീണ്ടാമത് പാട്ട് തുടങ്ങിക്കണേ. ഇത്താണ് ആൾക്ക് ഉറക്കം വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഓനെ കുളിപ്പിച്ച് ഉറക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതാ ബാക്കി പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എനിക്ക് ഉറങ്ങാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ വന്നിരിക്കുന്നത് 2-3 ദിവസമായിട്ട് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവരും പാടെ എത്തിയിട്ട് ഒന്നിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾക്കൊരു വുഡൻ്റെ സ്പാച്ചിലാണ് കേട്ടോ. എൻ്റെ ഇവിടുത്തെ വരുന്നത് വുഡനും ഇവിടേക്ക് വരുന്നത് സിലിക്കണുമാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് അതേപോലെ സിലിക്കണിൻ്റെ സ്പാച്ചില ഞാൻ വാങ്ങിയതേന് കേട്ടോ. സ്പാച്ചിലും ബ്രഷും പാടെ വരുന്നതേന് കേട്ടോ. ഇതൊരു പിങ്കും പിന്നെ ഒരു യെല്ലോ കളറിൽ വന്നിട്ട്. അപ്പം ഇപ്പോൾ ഇത് ചെറുതായിട്ട് പൊട്ടിയതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ അത് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലായിക്കണേ. നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ നോട്ട പാത്രത്തിലാണ് ഞാനിവനെ അധികം യൂസ് ചെയ്യല്. പക്ഷേ ഇപ്പം അതിനും പറ്റാത്ത അവസ്ഥയായിക്കണേ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പം പുതിയ സ്പാച്ചില ആളെ രംഗത്ത് ഇറക്കിയിരിക്കണം കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി വലുതാണ്. ഒരു 42 സെൻറ്റിമീറ്റർ ഒക്കെ നീളമുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം പിടിക്കാനൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സെറാമിക്കിൻ്റെ ഒരു ബൗളാണ് കേട്ടോ. ഇതൊരു 500 ml കപ്പാസിറ്റിൻ്റെ. കാണുമ്പോൾ നിങ്ങൾക്ക് പരത്ത ഇതായിട്ട് തോന്നും, പക്ഷെ അത്ര വലിപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ഉള്ളം കയ്യിലൊക്കെ പിടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ 500 ml കപ്പാസിറ്റി. ഞാനിത് കണ്ട സമയത്ത് സ്ട്രോബെറിയും അതേപോലെ തന്നെ ഒരു യെല്ലോ കളറിലെ ഫ്ലവറും ഇനി കേട്ടോ. അപ്പോൾ വന്നപ്പോൾ യെല്ലോ കളറിലൊരു കുത്ത് മാത്രമേ ഉള്ളൂ, ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അപ്പം ഇഷ്ടപ്പെട്ടു, എടുത്തു ഗോപാലൻ. പിന്നെ അത് തിരിച്ചു കൊടുക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു പുള്ളിക്കുത്തിനായിട്ട് റിട്ടേൺ ചെയ്യുക അറിയണത് അതൊരിത്തിരി കടന്ന കൈയല്ലേ. അപ്പം ഞാൻ എന്തായാലും ഇത് റിട്ടേൺ ഒന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളെ കയ്യിലിരിപ്പിനനുസരിച്ചിരിക്കും. സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് ഇത്തിരി സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കുറച്ചധികം നാളൊക്കെ ഉപയോഗിക്കാം. വീഡിയോയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊക്കെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ വന്ന ഒരാളാണ് ഇത്. പുതിയൊരു കപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ബാക്കിയുള്ളവരതൊക്കെ ഒരു വെങ്ങും, പിടുത്തത്തിൻ്റെ അവിടെ ഒരു ചുമക്കും. എന്നാൽ പിന്നെ രണ്ടും പാടെ ഒരൊറ്റ കളറായാൽ പോരേനു. പക്ഷെ ഇനി ഞാൻ ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ ഇനി കറക്റ്റ് നോക്കിയിട്ടില്ല ആവട്ടോ. ഇനിയിപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കളറിനായിട്ട് ഇപ്പം മാറ്റി കൊടുക്കാനൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ച് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഒരു 200 സംതിങ് ആണ് കേട്ടോ ഇതിന്റെ വില വരുന്നത്. മറ്റേൻ്റെ ഒരു 300 ചില്ലറ. പിന്നെ അപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വിലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കണ്ടോൾക്ക് വാങ്ങിക്കാട്ടോ. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിനി കേട്ടോ പെര കയറ്റുന്ന സമയത്ത് തന്നെ അതിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാത്രങ്ങളൊക്കെ വേണമെന്നുള്ളത്. കാരണം വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭംഗി തോന്നുന്ന രീതിയിലൊക്കെ സെർവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. അപ്പം ഇരിക്കണീന് മുന്നേ കാല് നീട്ടരുത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇരുന്നിട്ട് സാവധാനം കാല് നീട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൂട്ടുന്നത് കേട്ടോ. അപ്പം ഇരിക്കണീന് മുന്നേ കാല് നീട്ടിയാൽ വീണ് പോവില്ലടോ. അപ്പം എങ്ങനെയുണ്ട് ഇതൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോയിലൊരു ഷോ ഇറക്കലുണ്ട്. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുത്തിങ്ങനെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കെട്ടിയവന് വരാൻ കാത്തുക്കേനെ കേട്ടോ തീയിടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്, കുറേ ഇലകളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോഴേ ചിലപ്പോൾ നിയന്ത്രിച്ചാൽ കഴിയൂല, തീയൊക്കെ ഒന്നായിട്ട് പോകും, ആകെ ആളിക്കത്തും. പിന്നെ ജനിക്കുട്ടനെയും തീയിനെയും രണ്ടും പാടെ നോക്കൽ നടക്കൂലല്ലോ അങ്ങനെ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഞാനെന്നും പറയും പോലെയൊക്കെ തന്നെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.